ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമ്മൾക്ക് പോകുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കുക എന്നതാണ്. വിൻസൻ ഈ അടുത്ത കാലത്ത് വിദേശത്ത് പോയപ്പോഴും ഓരോ ദിവസവും വിൻസൻ വിളിച്ച് പറയുന്നത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതായിരുന്നു. അമ്മയും ഒരു പ്രാർത്ഥനയുടെ അമ്മയായിരുന്നു. ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും പറയാതെ കണ്ണ് നിറഞ്ഞു പോയപ്പോഴും അമ്മ ഒരു പുഞ്ചിരിയോടുകൂടി കൈ ചേർത്ത് പിടിച്ചത് ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കാം. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ശുശ്രൂഷകളും ആശുപത്രിയിലെ കാര്യങ്ങളും ചെയ്യാനായിട്ട് ദൈവം ബലഹീനരായിട്ടുള്ള നമ്മളെ സഹായിച്ചു. വളരെ ശാന്തമായ ഒരു മരണമെന്നല്ല ഞാൻ പറയുക, ഈശോയിലേക്കുള്ളൊരു യാത്ര ദൈവം അമ്മയ്ക്കായിട്ട് ഒരുക്കി കൊടുത്തു. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർന്നിരിക്കാൻ അമ്മയെ ദൈവം സഹായിച്ചു. നമുക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മ കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർന്നിരുന്ന അനുഗ്രഹീതമായ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിത്യസഹായനാഥേ പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ തവരയിൽ കേഴുന്നമ്മേ കേൾക്കണേ രോദനങ്ങൾ നൽകണേ നൽവരങ്ങൾ ചേർക്കണേ മക്കളെ നീ നിത്യസഹായനാഥേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇഹലോക ജീവിതത്തിൽ നിന്നും നിത്യതയിലേക്കുള്ള യാത്രയിൽ ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ അങ്ങ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് തിരുമാർവിൽ ചേർത്ത് നിർത്തി സ്വർഗീയ സമ്പന്നതയാൽ നിറയ്ക്കുന്നതിന് ഞങ്ങളെല്ലാവരും നന്ദി പറയുന്നു. തുടർന്നും അമ്മയുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും പ്രത്യേകിച്ച് ഞങ്ങൾ മക്കൾ ബന്ധുമിത്രാദികൾക്കും സഹോദരി സഹോദരങ്ങൾക്കും അയൽക്കാർക്കുമായി അമ്മ നൽകിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ പുഞ്ചിരിയും സൗഹൃദത്തിൻ്റെ സഹായങ്ങളും പ്രത്യേകമായി ഓർക്കുന്നു. അമ്മയ്ക്കായി ഞങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓരോ ജീവിതയാത്രയും നിത്യതയിലേക്ക് മടങ്ങുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ദൈവമേ അങ്ങ് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ആശ്വാസമായിട്ടുള്ളത്. അമ്മയെ ഹൃദയപൂർവ്വം അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മാധ്യസ്ഥയായ കർമ്മല മാതാവേ, അമ്മ പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്കായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. തുടർന്നും അമ്മ പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ചുമെല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധമേ മാതാവേ,
എൻ്റെ പ്രിയ സ്നേഹിതൻ വിൻസനും കുടുംബത്തിനും അതുപോലെ തന്നെ ഈ ഭവനത്തിൽ വസിക്കുന്നവരുമായിട്ടുള്ള എല്ലാവർക്കും, പ്രിയമുള്ള അമ്മായിക്കും മറ്റെല്ലാ ബന്ധുമിത്രാദികൾക്കും, അമ്മയുടെ എല്ലാ ചർച്ചക്കാർക്ക് വേണ്ടിയും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റി അമ്മയെ നിത്യതയിലേക്ക് നയിക്കാനുള്ള കൃപയായി മാറുവാൻ അങ്ങ് അനുഗ്രഹിക്കുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഒരുമിച്ചു എല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഈ ഭവനത്തിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ മൺമറഞ്ഞു പോയ പൂർവികരടക്കമുള്ള എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന വിശുദ്ധ എവുപ്രാസ്യമേ, ഞങ്ങളുടെ അയൽക്കാരിയും സ്നേഹിതയും ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് അമ്മയുടെ രോഗ സമയങ്ങളിൽ പ്രത്യേകമായി മാധ്യസ്ഥം വഹിച്ച വിശുദ്ധ എവുപ്രാസ്യമേ, തുടർന്നും അമ്മയുടെ സ്വർഗീയ യാത്രയിൽ അമ്മയ്ക്ക് കൂട്ടായിരുന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ എവുപ്രാസ്യമ്മയുടെയും പ്രത്യേക മാധ്യസ്ഥവും നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇവിടെ പറഞ്ഞു പോകുന്ന പ്രിയമുള്ള അമ്മയുടെ ആത്മാവിലും മൺമറഞ്ഞു പോയ എല്ലാവരിലും കർത്താവിന്റെ നിത്യതയുടെ ചൈതന്യം നിറയ്ക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ, നല്ല വരത്തു വലം ഭാഗേ. അവയെ ഞാൻ ആശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനം രക്ഷമരും നൽകുന്നു. ആകാശം ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താമകമല്ലോ. കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവനന്ദ കീർത്തനങ്ങൾ പാടും മൃതനാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. വാവാപുത്രൻ ലൂകായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായ തിരുമൊഴിയെല്ലാം കാണും. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. മഹനീയമായ നിന്റെ കൃത്യത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുഖകരാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശീനിയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃഭനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ. മിന്നി വിളങ്ങും
വധനമുണരാൻ അന്തിമിഴത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. എന്നിവിളങ്ങും വദനമൊടുണരാൻ കർത്താവേകാലത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാവ്യകാലത്തിൽ നിന്ന് തന്നെ ഞാൻ വിളിക്കുന്നു. സജീവം ജീവദായകമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവെ, ആ ശബ്ദമാനിയുമായ നീരൂദർശിന്റെ ദാസിയെ വിളിക്കുന്നതിന്റെ വലത് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ ഒരു കർത്താവെ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര കർത്താവെ, നീ ആകാശത്തിലും ഭൂമി പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ, ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുതപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണം. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചറിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിന് സ്ഥലം അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതലേ
മനുഷ്യശീലം പുൽക്കുടിക്ക് തുല്യമാകുന്നു മരിച്ചറിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വരെ നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അരലും മരണവുമില്ലാതെ ജീവൻ നിറയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്ക് വരുമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദ്യ പിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. വർത്തിന ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളകനവശീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോൻ അക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാനൂതനമാക്കുന്നു. ചിറകു വിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അഖിലേശൻ നശ്വരാജനിരുന്നുള്ള എന്റെ സഹോദരി നിങ്ങൾക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടത്തയില്ലെന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരായ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. വിശയാൽ മരിച്ചവർ ആദ്യത്തെ എഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ ഇറക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനവും നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവ് ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട എമ്മച്ചിയുടെ മകനായ വിൻസെന്റ്, മിനി, ഷൈനി, ലിജിയ ജോൺസൺ,
പേരമക്കൾ ലിവിൻ, ഡാവിൻ, ജസ്മി, ലിജു, ദയ, ജനു, നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മാമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പേരിൽ, സർഗാരവില കുടുംബ യൂണിറ്റിൻ്റെ പേരിൽ, നമ്മുടെ ഇടവപ്പള്ളിയുടെ പേരിൽ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ പേരിൽ ഞാൻ അനുശോചനം നേരുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയും ഈ കുടുംബത്തിൻ്റെ സാന്ത്വനത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് എന്ന് വാഗ്ദാനം ചെയ്യുന്നു. ക്രൈസ്തവരെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥം മരണത്തെ ഒരു ഉറക്കമായിട്ടാണ് ചിത്രീകരിക്കുക. കർത്താവിൽ നിദ്ര പ്രാപിച്ചു. യേശുമിശിഹായിൽ നിദ്ര പ്രാപിച്ചത് യേശു ക്രിസ്തുവിനോട് കൂടി ഉത്ഥാനം ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം മരണം ഒന്നിൻ്റെയും അന്ത്യമല്ല. പുതിയൊരു ജീവിതത്തിലേക്ക്, സ്വർഗീയ ജീവിതത്തിലേക്ക്, മോക്ഷ ജീവിതത്തിലേക്ക്, തമ്പുരാനോടത്തുള്ള ജീവിതത്തിലേക്ക്, മാലാഖമാനത്തുള്ള ജീവിതത്തിലേക്ക്, വിശുദ്ധരോടത്തുള്ള ജീവിതത്തിലേക്കുള്ള തുറവിയാണ്. ആ തുറവിയിലേക്ക്, മോക്ഷ കവാടത്തിലേക്ക് നമ്മുടെ അമ്മയെ യാത്രയാക്കുക. പ്രാർത്ഥനാപൂർവ്വം, വിശ്വാസപൂർവ്വം. എനിക്കറിയാം, ഈ കുടുംബത്തെ നന്നായി അറിയാം. ഈ അമ്മയുടെ വേർപാട് എത്ര ദുഃഖകരമാണെന്നും എനിക്കറിയാം. ഈ അമ്മയുടെ ഏതമ്മ മരിച്ചാലാണ് മക്കൾക്ക് ദുഃഖമുണ്ടാകാതിരിക്കുക. നേരം പുലർന്നു എന്ന് നമ്മെ അറിയിച്ചത് ഘടികാരങ്ങളല്ല, സൂര്യനുമല്ല. നേരം പുലർന്നു എന്ന് നമ്മെ അറിയിച്ചത് അമ്മയാണ്. എൻ്റെ മുഖം കാണുന്നതിന് മുൻപേ, എൻ്റെ സ്വരം കേൾക്കുന്നതിന് മുൻപേ എന്നെ സ്നേഹിച്ചു തുടങ്ങിയ ആളുടെ പേരാണ് അമ്മ. ആ മുതൽ അവസാനം വരെ എന്നെ പഠിപ്പിച്ചത് അമ്മയാണ്. എന്നിട്ടും ഏതോ ദുർബല നിമിഷത്തിൽ അമ്മയുടെ മുഖത്ത് നോക്കി നാം പറഞ്ഞിട്ടുണ്ടാകും അമ്മയ്ക്കൊന്നും അറിയില്ലെന്ന്. ആ മുതൽ അവസാനത്തെ പാഠം വരെ പഠിപ്പിച്ചയാളുടെ പേരാണ് അമ്മ. ഉപ്പില്ല, മുളകില്ല, രുചിയില്ല എന്ന് പറഞ്ഞ എത്ര നിവേദനങ്ങൾ ആ അമ്മ കേട്ടിട്ടുണ്ട്. കുന്നോളം വിഴുപ്പുകൾ അലക്കി ഒന്ന് നടുനിവർത്താൻ പോലും കഴിയാതെ കുനിഞ്ഞു പോയൊരു ശരീരത്തിന്റെ പേരാണ് അമ്മ. അപ്പൻ കലഹിച്ച് അകലുമ്പോൾ കണ്ണീരിനെ മന്ദസ്മിതം കൊണ്ട് പൊതിഞ്ഞ് മക്കളോട് പറയും, അപ്പന് എന്താ ദേഷ്യം ഉണ്ടാവാറോ, അപ്പനല്ല കുറ്റക്കാരൻ എന്ന് സ്വയം ഏറ്റെടുത്ത് കണ്ണീരിനെ മന്ദസ്മതം കൊണ്ട് പൊതിയുന്നയാളുടെ പേരാണ് അമ്മ. മക്കൾക്കും കുടുംബത്തിനും കർമ്മദോഷങ്ങൾ വരാതിരിക്കാൻ വാവരുടെ മുമ്പിൽ കൈകൂപ്പിപ്പോയ ഒരാളാണ് അമ്മ. വയറ് നിറച്ചുണ്ടെങ്കിലും ഉണ്ണിയെ ഊട്ടണമെന്ന് നിർബന്ധമുള്ള ഒരാളുടെ പേരാണ് അമ്മ. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. മക്കൾക്ക് പനി വന്നാൽ അത് മാറ്റാനുള്ള പാരാസിറ്റമോളിനേക്കാൾ കഴിവുണ്ട് അമ്മയുടെ കരസ്പർശനത്തിന്. ഒരു കുഞ്ഞിന് പനി വന്നാൽ ആ പനി മാറുന്നതിന് പാരാസിറ്റമോൾ വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ ശക്തിയുണ്ട് അമ്മ നനച്ചിടുന്ന ശീലയ്ക്ക്. അതാണ് അമ്മ, അമ്മയുടെ കരവിരുതി. ആ അമ്മയെ ഒരു കാലത്തും ജീവിതം കൊണ്ട്, വാക്കുകൊണ്ട്, ചേഷ്ട കൊണ്ട്, സ്വരം കൊണ്ട് പോലും വേദനിപ്പിക്കരുത്. അമ്മ പോലത്തെ ഒരു പടയാളി പോരാളി ആരുണ്ട്? അമ്മ പോലത്തെ ഒരു പടയാളി പോരാളി വേറെ ആരുണ്ട്? നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകും. കാലവും കാലാവസ്ഥയും അവസ്ഥയും നമ്മുടെ ജീവിതത്തിൻ്റെ പടവുകൾ വ്യത്യസ്തമാകും. പക്ഷേ അമ്മയോടുള്ള സ്നേഹത്തിന് വ്യത്യാസമില്ല. ജീവിതകാലം വരെ
അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയും അമ്മയെക്കുറിച്ചുള്ള സ്നേഹത്തിനും യാതൊരു വ്യത്യാസവും വരില്ല. വ്യത്യാസം വരാത്തൊരു മനോഭാവം അമ്മയോടുള്ള സ്നേഹം മാത്രമാണ്. ബാക്കിയൊക്കെ മാറും. സ്വന്തം ജീവിത സഖിയോട് പോലുമുള്ള മനോഹരം മാറാൻ സാധ്യതയുണ്ട്, മക്കളോടുള്ള മനോഹരം മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ, അമ്മയോടുള്ള ഓർമ്മയിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. അമ്മ അമ്മയാണ്, അമ്മയ്ക്ക് പകരം അമ്മ മാത്രം. അപ്പോൾ അങ്ങനെയുള്ളൊരു അമ്മ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ വേദന എത്ര ആഴമുള്ളതായിരിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ക്രിസ്തു കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ലോകത്തിന് മുഴുവൻ ഇതാ ഒരു അമ്മ. അമ്മ കൂടാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അമ്മ തന്നെ തല്ലുമ്പോഴും അമ്മയെന്ന് വിളിച്ച് കരയും നമ്മൾ. അമ്മയാണ് തല്ലുന്നത്, നമ്മൾ ആര് വിളിച്ചാണ് കരയുന്നത്? അമ്മയെന്ന് തന്നെ. കാല് കല്ലിൽ തട്ടിയാലും വിരലിൽ പൊള്ളലേറ്റാലും നാം വിളിക്കാൻ പോകുന്നത് അമ്മയെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു അമ്മ ഇറങ്ങിപ്പോകുമ്പോൾ യോഹന്നാന് പരിശുദ്ധമ്മയെ ഈശോ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ വിൻസെന്റിനും ഈ അമ്മ സ്നേഹപൂർവ്വം മാളു എന്ന് വിളിച്ച് രുചിയാക്കി. നമ്മുടെ പ്രിയപ്പെട്ട ലിവിന് ഒരു സ്വർഗീയ അമ്മയെ, പരിശുദ്ധ അമ്മയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അവർക്കറിയാം. ഈ അമ്മ തുടർന്ന് നിങ്ങൾക്ക് ആശ്വാസം പകരും. പ്രായമായവരെ, മാതാപിതാക്കളെ, രോഗികളെ എങ്ങനെ ശുശ്രൂഷിക്കണമെന്നതിൻ്റെ വലിയ മാതൃകയാണ് വിൻസെന്റും കുടുംബവും, എൻ്റെ ഭാര്യ പ്രത്യേകിച്ച്. ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. ആ ക്ഷമ, ആ സ്നേഹം, ആ വാത്സല്യം, ആ കാരുണ്യം. മക്കളെ, നിങ്ങൾ ചെയ്ത ശുശ്രൂഷകൾക്കെല്ലാം തന്നെ 10 മടങ്ങായി തമ്പുരാൻ പ്രതിഫലമുണ്ട്. ഒരു മഴയും തോരാതെ പോയിട്ടില്ല, ഒരു നന്മയും പുഷ്പിക്കാതെ പോയിട്ടില്ല, ഒരു മൂല്യവും അളക്കപ്പെടാതെയും വിലമതിക്കപ്പെടാതെയും പോയിട്ടില്ല. എല്ലാ മൂല്യങ്ങളും അളക്കപ്പെടുകയും വിലയിടപ്പെടുകയും ചെയ്യും. അവസാനത്തെ മണിക്കൂറിൽ വന്നവനും ആദ്യത്തെ മണിക്കൂറിൽ വന്നവനും ഒരേ കൂലി കൊടുക്കണമെന്ന് നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധമുള്ള കാരുണ്യവാനായ കർത്താവ് എന്നെ പ്രതി എളിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോഴൊക്കെയും എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് പറയുമ്പോൾ ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ, നന്ദി പറഞ്ഞു മടങ്ങട്ടെ, നന്ദി പറഞ്ഞു മടങ്ങട്ടെ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി വിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പലരും മൃതരേൽക്കും. ഹൃദയമറുപോ നാഥനയിക്കുന്നു, ദുഷ്ടന് വിളയൻ ശിഷ്ടന് പോലെ. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം, വിധിയുടെ നാടിൽ കൈവരുമാനന്ദം. വെച്ചു ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. നീതിമാർക്കന്റെ കാലത്ത് പ്രകാശമുദിച്ചു, വേഗത്തേരിൽ നാഥനെഴുന്നള്ളും മകരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു, കനകപ്രഭയിൽ സവരണം ഒളിച്ചെന്നും അതിലുള്ളവരോ ചെറിയവരും വലിയവരും പ്രിയവേലങ്ങൾ പിതാനുപുത്രനും രക്ഷിതാവിനെ സ്തുതി. ആദ്യം ഈശോനാഥ കൈകളിൽ
നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാന സത്യശസ്ത്രയിലോട് ഉപയോഗിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സ്ഥലത്തിനാതെ പ്രസാദിച്ചായി ദൈവനീതി മനസ്സഹോദരിക്ക് പ്രവേശിക്കുമാറാകട്ടെ. വാത്സല്യപുരങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപുരങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർത്തിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ പൈതൃകമായ പരിപാലനങ്ങൾ ആരാധിക്കുന്ന എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ മരണവിധേയരാ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളെ നടന്നു പോകുന്നതിലും എന്റെ സ്നേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ അവതരിക്കുന്നവരെ നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണമേ. എൻ്റെ സഹോദരരെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന അവരുടെ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദിസാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും പരിശുദ്ധ ധൈര്യത്താൽ അഭിഷിക്തമായ ശരീരത്തിന് എൻ്റെ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കവിടത്തിനെ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്വഭാവം കൊണ്ട് നീ എന്നെ തളിക്കുവാൻ ഞാൻ നന്മനാകും. അതിനെ കഴുകുവാൻ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മകത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂരാശകൾ അത്തിന് ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. മിശിഹ കർത്താവിൻ ദാസി വിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ മിശിഹ കർത്താവിൻ ദാസി വിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ നിർമ്മലചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിരരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. മിശിഹ കർത്താവിൻ ദാസി വിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമതിയോടെ മതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം മിശിഹ കർത്താവിൻ ദാസി വിധിനാളിൽ. വിൻസെന്റിന്റെ പേരില് കുടുംബത്തിന്റെ പേരില് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈശ്വരയ്ക്ക് ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി.
ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ.